അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൻസൂർ മണ്ണാർക്കാട്. റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു തള്ളാണ് കാണിക്കാനുള്ളത്. ഇവിടെ തള്ളുമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, പുതിയൊരു ചാനലാണെങ്കിൽ പോലും നല്ല കുഴപ്പമില്ലാത്ത ഒരു റീച്ചും സപ്പോർട്ടും പിന്തുണയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നുണ്ട്. ഇതിൽ നിന്നെന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടൊന്നുമല്ല, സപ്പോർട്ട് ചെയ്തതിനും പിന്തുണച്ചതിനും. ഒരുപാട് ആളുകൾ നല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകൾ മോശമായ കമൻറ്റെല്ലാം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന ആളുകൾ രക്ഷപ്പെടുമെന്നോ ഇതിൽ നിന്ന് മാറുമെന്നോ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നുമല്ല. ചില ആളുകളെങ്കിലും ഇത്തരം വിവരക്കേടിൽ നിന്ന്, ഇവരെ പ്രൊമോട്ട് ചെയ്യൽ നിന്ന് പിന്മാറിയാൽ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത്തരം ആളുകൾ. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ പറയുന്നത് മഴ വർഷിപ്പിക്കുന്നത് പോലും CM മടവൂരാണ്. അതേപോലെ ചില വീഡിയോകളിലൊക്കെ പറയാറുണ്ട് മരിച്ച ആളുകളെപ്പോലും ജീവിപ്പിക്കുവാൻ മടവൂരപ്പന് കഴിയും എന്നൊക്കെ പറയുന്ന തള്ളുകളുണ്ട്. ഈ ആളുകൾ ഇതിങ്ങനെ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിനെ പ്രൊമോട്ട് ചെയ്യുവാനും ഇതിന് പിന്തുണ കൊടുക്കുവാനും ഇത് വീണ്ടും പറയിപ്പിക്കുവാനും ഇവിടെ കുറച്ച് ആളുകൾ ജഹാലത്തിൻ്റെ മൂടുപടത്തിനുള്ളിലുണ്ട് അല്ലേ? കാരുണ്യക്കടലായ നമ്മുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്ന് നമ്മളൊന്നും നോക്കാതെ നമ്മൾ ഈ വിവരദോഷികളായ കുറേ ആളുകൾ പറയുന്ന വിവരക്കേടുകൾക്ക് പിന്നാലെ പോകുമ്പോൾ അവർക്കത് പ്രചോദനമാവുകയാണ്. അവരത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ ചാനലിലേക്ക് വന്നിട്ടില്ല, മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ അതിലത്തെ വീഡിയോകൾ എടുത്തിട്ട് കുറേ ഉസ്താദന്മാർ മറുപടി വീഡിയോ ഇടൽ തുടങ്ങിയിട്ടുണ്ട്. നാളേക്ക് ഞാൻ അതിലിടുന്നത് ഒരു AP ഉസ്താദാണ്, പേരൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിനൊരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ പോയിട്ട് സഹാബി വര്യനായ ഹാരിസ് ബിൻ മുസ്നി റളിയല്ലാഹു അൻഹു ഖബറിൽ പോയി ഇസ്തഷ്കലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. ഹിജ്റ 17 മുതൽ 18 വരെ ഒരു വർഷം നീണ്ടു നിന്ന ഒരു രൂക്ഷമായ വരൾച്ചയുണ്ടായിരുന്നു. അതിൽ മഴ വർഷിക്കുവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുവാനും നമസ്കരിക്കുവാനും അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തള്ളുമാലകളൊക്കെ ഇവിടെയാണ്, അവിടെ എന്നുള്ളത്. വീഡിയോയിലേക്ക്. ശൈഖുന പറഞ്ഞല്ലേ, ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ശൈഖുന പറഞ്ഞ ആൾക്കാർ. ഞാൻ അള്ളാഹുവിൽ നിന്ന് അധികാര പദവിയിൽ വന്നവരാണ്, എല്ലാ മേഖലകളിലും എനിക്ക് അധികാരമുണ്ട്, ഞാൻ എല്ലാ ലോകമിലും നിയന്ത്രണമുള്ള ആളാണ്. ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്.
هذا كاندابورم نابل كيف هذا كاندابورم نابل كيف كلم انت؟ ايوه هذا شيخ ابو بكر كيف هذا نفر؟ شو فيديو تكلم. هذا شيخ ابو بكر مشرك مخالف للكتاب والسنه. ايوه دعاء غير الله سبحانه وتعالى. ان الذين تدعون من دون الله عباد امثالكم، ما في دعاء الا الله سبحانه وتعالى. بس هذا ابو بكر ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء. يعني ابو بكر مخالف للكتاب يعني ما في طريقه صحيحه. لا ما في طريقه صحيحه. شاشه كبير صغير. هذا نجيب راس من الله الرسول صلى الله عليه وسلم. كل واحد يقول هذا من راس رسول الله. ശൈഖുനയുടെ ചരിത്രം കാണാമല്ലോ. ഒരു ദിവസം നടക്കുന്ന സമയം ശൈഖുന പറയാണ് തഖദ്ദം യാ ജിബ്രീൽ, നിങ്ങൾ മുന്നിൽ നടക്കി. ആ സമയത്ത് ജിബ്രീൽ ശൈഖുനയെ അനുഗമിക്കുകയാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? അതുവരെ ശൈഖുന മുന്നിൽ തന്നെയല്ലേ. തഖദ്ദം എന്ന് പറഞ്ഞതുകൊണ്ട് ജിബ്രീൽ പിന്നെ മുന്നോട്ട് നിന്നുവല്ലേ എന്നുള്ളത് വേറെ കാര്യം. വാക്ക് ഉറപ്പാണല്ലോ തഖദ്ദം എന്ന് പറയുമ്പോൾ ജിബ്രീൽ ബാക്കിലാണ് നിൽക്കുന്നത്. അവർ വരെ സഞ്ചരിക്കണമെങ്കിൽ മടവൂരിന്റെ അമ്രുവാണം. ഒരു ജിബ്രീലും ഒരു മീകായിലും ഒരു ഇസ്രാഫീലും വരെ അസ്രായിലും. ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന മുദബ്ബിരീൻ ആലമായിട്ടുള്ള ഈ മലായികത്തിനെ പോലും തദ്ബീർ ചെയ്യുന്ന ഉന്നതന്മാരാണ് മഹാന്മാരായിട്ടുള്ള അമ്പിയാക്കളും ഉന്നതരായിട്ടുള്ള ഔലിയാക്കളും. ആ നിലയിലുള്ള പദവിയിൽ വന്നവരാണ് മഹാനരായ ശൈഖുന ശൈഖുൽ മശായിഖ്. മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളെ തുണയല്ലാതൊരു നിങ്ങളൊക്കെ തള്ളി മൂലയന്മാരെ എന്നാൽ തന്നെയുള്ളൂ നമുക്കിതൊക്കെ പറയാൻ പറ്റുക അല്ലേ. ഇത് പറയുക ഒരു രസമെന്നല്ല പറയുന്നത്. ഇങ്ങനെ തള്ളുന്നിടത്തോളം കാലം ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനാരും കുരുപൊട്ടിച്ചിട്ടൊന്നൊരു കാര്യമില്ല.
കുരു പൊട്ടുക എന്നുള്ളത് ആ പൊട്ടലങ്ങനെ നടക്കുന്നുള്ളൂ. ഇജാതി തള്ളുമാലകൾ നടത്തുമ്പോൾ അത് വലിച്ചു വാരി കീറി പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ള ആ ഒരു ഉദ്യമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബ് എത്ര കാലം ഇത് നടത്താനുള്ള ആഫിയത്തോ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളോ ഒക്കെ നൽകുമെന്നറിയില്ല. കഴിയുന്ന കാലത്തോളം ഇതിവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതൊക്കെ നിർത്തി മാനമര്യാദയ്ക്ക് ജീവിക്കുവോളം, ഇല്ലാത്ത കാലത്തോളം ഇതിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.